നമസ്കാരം. തുറന്നുകൊടുത്തിട്ട് 6 മാസം തികയും മുൻപ് പെയ്ത ആദ്യ മഴയിൽ തന്നെ അയോധ്യ രാമക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ചോർച്ചയും വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്കും. ആ വാർത്ത ചർച്ചയാകുന്നതിനിടയിൽ രാമക്ഷേത്രത്തിലേക്ക് പണിത 14 കിലോമീറ്റർ പ്രത്യേക പാത തകർന്ന് ഗർത്തങ്ങൾ രൂപപ്പെട്ട പുതിയ വാർത്ത. കേന്ദ്ര സർക്കാരും BJPയും അക്ഷരാർത്ഥത്തിൽ ഉത്തരമില്ലാതെ പകച്ചു നിൽക്കുമ്പോൾ പുതിയ വാർത്ത വരുന്നു. അടൽ സേതു ഉൾപ്പെടെ ഉള്ള പാലങ്ങളും വിമാനത്താവള മേൽക്കൂരകളും തകർന്ന് നിലം പൊത്തുന്ന വാർത്തകൾ. മോദി ഉത്തരം പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നീറ്റ് നെറ്റ് ചോദ്യങ്ങൾ ചോർന്നതോടെ പ്രതിരോധത്തിലായ കേന്ദ്ര സർക്കാരും BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും അയോധ്യയിലെ ഉത്തരം കൂടി ചോർന്നതോടെ ജനങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. മോദി അഴിമതിക്കുഴിയിലോ? അന്വേഷണ ഏജൻസികൾ എവിടെ പോയി? കേന്ദ്ര സർക്കാരിന് ഉത്തരമുണ്ടോ? അഴിമതി കുംഭകോണങ്ങളിൽ BJPയുടെ പ്രതിച്ഛായ മങ്ങുന്നു. ഉത്തരം ചോർന്നതിൽ ഉത്തരം എന്ത്? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് അതിഥികളായി ഉള്ളവർ: CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് വക്താവ് സേനാപതി വേണു, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എന്താണ് ഈ വാർത്തകൾ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉയർത്തുന്ന വികാരങ്ങൾ? ഒന്നാമത്തെ പ്രശ്നം, ബാബ്രി മസ്ജിദ് തകർത്ത സ്ഥലത്ത് വളരെ തിടുക്കപ്പെട്ട് രാമക്ഷേത്രം പണിയുന്ന BJPയുടെ അജണ്ട 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ജനുവരി 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടത്തിയത്. ആ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അയോധ്യയെ വലിയൊരു തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിട്ടത്, BJP സർക്കാർ ലക്ഷ്യമിട്ടത്. അതിനുവേണ്ടി ഇൻ്റർനാഷണൽ തലത്തിൽ പ്രവർത്തിക്കുന്ന L&T പോലുള്ള, ടാറ്റ എഞ്ചിനീയറിംഗ് പോലുള്ള വലിയ ബഹുരാഷ്ട്ര കൺസ്ട്രക്ഷൻ കമ്പനികളെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ 1800 കോടിയോളം രൂപ ചെലവഴിച്ച് ഈ രാജ്യത്ത് ഹിന്ദുമത വിശ്വാസത്തെ രക്ഷിക്കാനെന്ന വ്യാജേനെ അയോധ്യയിൽ രാമക്ഷേത്രം പണിതതും അവിടെ തിടുക്കപ്പെട്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയതുമൊക്കെ തന്നെ ഈ രാജ്യത്തെ കബളിപ്പിക്കുന്ന വലിയൊരു അഴിമതി കൂടിയായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന കാര്യം, AK ശർമ്മ തന്നെ പറഞ്ഞത് 14 കിലോമീറ്റർ നീളത്തിലാണ് ഒരു റോഡ് പണിതത്. ആദ്യത്തെ മഴയിൽ തന്നെ ആ റോഡ് കുത്തി ഒലിച്ചുപോയി. ആരാണ് ഈ റോഡ് പണിയുടെ കോൺട്രാക്ടർ? ബുഗൻ ഇൻഫ്രാകോർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നാട്ടിൽ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്നുള്ളൊരു കരാർ കമ്പനിയാണ്. എന്തുകൊണ്ടാണ് ഈ റോഡ് പണി ഇത്തരമൊരു കരാർ കമ്പനിയെ ഏൽപ്പിച്ചത്? ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം L&Tക്കാണ്, ടാറ്റ എഞ്ചിനീയറിംഗിനാണ്. അതിനാവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകുന്നത് ഗുജറാത്തിലെയും മദ്രാസിലെയും IITകളാണ്. എന്തുകൊണ്ടാണ് ഈ ഗുജറാത്ത് കമ്പനി അവിടെ വന്നത്? ഗുജറാത്ത് അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇത്തരമൊരു കരാർ കമ്പനി അവിടെ വന്നത്? ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഒരു ഭാഗത്ത് മതത്തെ, ദൈവത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുക, മറുഭാഗത്ത് അതിൻ്റെ പേരിൽ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും ആ ക്ഷേത്രത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെയൊക്കെ പേരിൽ വലിയ അഴിമതികൾ നടത്തുക, തട്ടിപ്പുകൾ നടത്തുക. ഇതാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുകയാണ്. 465 വർഷക്കാലം അയോധ്യയിലുണ്ടായിരുന്ന പഴയ കുമ്മായക്കൂട്ടിലുണ്ടാക്കിയ ചരിത്രപ്രസിദ്ധമായ ബാബ്രി മസ്ജിദിൻ്റെ 3 കുംഭഗോപുരങ്ങളും തകർത്ത സ്ഥാനത്താണ് ഈ ക്ഷേത്ര നിർമ്മിതിയുടെ പേരിൽ വലിയൊരു തട്ടിപ്പ്
നരേന്ദ്രമോദി സർക്കാർ നടത്തിയിരിക്കുന്നത്, BJP-ക്കാർ നടത്തിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം മതവും ദൈവവും ഒക്കെ രാഷ്ട്രീയമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര നിർമ്മാണവും അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ എന്താണ്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കരാറ് കൊടുത്ത് പണം തട്ടിപ്പാക്കാനുള്ള, പണം തട്ടിയെടുക്കാനുള്ള, അഴിമതി നടത്താനുള്ള ഒരു വഴിയാണ്. അതാണ് ഈ സംഭവത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ സേനാപതി വേണു, ഇക്കാര്യത്തിൽ ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലങ്ങളുണ്ട്, റോഡുകളുണ്ട്. ഇതൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. പലതും വലിയ കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപയുടെ പണികളാണ്. ഇവിടെ നേരത്തെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാട്ടിയതുപോലെ വിശ്വാസത്തിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് നടത്തിയ നിർമ്മിതികളൊക്കെ ഇപ്പോൾ അഴിമതിയുടെ ഉറവിടങ്ങളായി മാറുകയായിരുന്നു എന്ന് മനസ്സിലാക്കണോ? ഇതിൻ്റെ ഗൗരവം എത്രമാത്രമാണ്? വലത് സഹയാത്രികൻ ബഹുമാന്യായ ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ മറുപടിയും കൂടെ കേട്ടിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു ചെയ്ത്. ഏതായാലും ആദ്യം ലാല് എന്നോട് ചോദിച്ചു, ഈ പ്രാണപ്രതിഷ്ഠാ സമയത്തൊക്കെ ഷാബു പ്രസാദിനെ പോലുള്ളവരുടെ വീഡിയോയിലുള്ള ഇവരുടെ പ്രചരണങ്ങൾ, മാധ്യമങ്ങളിലുള്ള പ്രചരണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ രാമൻ നേരിട്ട് വന്ന് ഇവരോട് പറയുന്ന കാര്യങ്ങളാണ് ഇവരിങ്ങനെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ഞാൻ ഈ ഷാബു പ്രസാദിന്റെ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ ഇപ്പൊ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമൊക്കെ നിൽക്കുമ്പോഴും അറിയാനുള്ള കൗതുകത്തിൽ ഞാനിത് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അന്ന് നമുക്ക് തോന്നിയത് ശ്രീരാമൻ നേരിട്ട് പറഞ്ഞിട്ടാണ് ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. എന്താ നമ്മളോട് പറഞ്ഞത്? 1000 കൊല്ലക്കാലം അതിജീവിക്കാൻ പോകുന്ന നിർമ്മിതിയാണ് ഇത്. ഭൂകമ്പം വന്നാലും, പ്രളയം വന്നാലും, സുനാമി വന്നാലും, എന്താ പറഞ്ഞ ടൈം ബോംബ് വെച്ചാലും, അതല്ല എങ്കിൽ പീരങ്കി കൊണ്ട് പ്രയോഗിച്ചാലും ഇതിനൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് കാലത്തെ അങ്ങനെ അതിജീവിച്ച് 1000 കണക്കിന് വർഷം അതിജീവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാംലല്ലയിൽ പൂജ നടത്തുന്ന പൂജാരി ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗമല്ല, ഒരു പത്രക്കാരോട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് രാംലല്ല വിഗ്രഹം ഇരിക്കുന്ന ശ്രീകോവിൽ പാനി ഗിറെ പൂജ നെയ് കർ സക്തേ അഭിമയെ ബന്ദ് കർണേവാല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ സരളമായ ഹിന്ദിയിലാണ്. ഇവിടെ ചോർച്ച കാരണം എനിക്ക് ഇരിക്കാൻ പറ്റിയല്ല, പൂജയും നടത്താൻ പറ്റത്തില്ല, ഇത് അടച്ചുപൂട്ടേണ്ട സ്ഥിതിവിശേഷമാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞത്ര 1000 കൊല്ലം കഴിയുമ്പോഴും ഇത് ഭൂകമ്പത്തെയും പ്രളയത്തെയും ബോംബിനെയും സുനാമിയെയും ഒക്കെ അതിജീവിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇവിടെ KT സൂചിപ്പിച്ചതുപോലെ 1800 കോടി രൂപയുടെ നിർമ്മിതി നടന്നി. ജനുവരി മാസം 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട്, ജനുവരി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയാ, ജൂലൈ ആയിട്ടുള്ളൂ. അപ്പോ ജൂലൈ ആയപ്പോഴേക്കും അവിടെ ചോർച്ച കാണുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് രാമക്ഷേത്രത്തിന്റെ സ്ഥിതിവിശേഷം അതാണെങ്കിൽ, ഇപ്പോ ലാലെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. രാമക്ഷേത്രത്തിന്റെ സ്ഥിതിവിശേഷം അതാണ് എങ്കിൽ 3 പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ, അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട് പഴയ പാലം വിമാനത്താവളം, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, കഴിഞ്ഞ മാർച്ച് 10-ാം തീയതിയാണ് അതിന്റെ മേൽക്കൂര ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. ഇന്നലെ അത് തകർന്നു വീണിരിക്കുകയാണ്. ആ മാർച്ച് 12-ാം തീയതി മേൽക്കൂര ഉദ്ഘാടനം ചെയ്തതാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലെ വിമാനത്താവളം. അതിനോടനുബന്ധിച്ച് തന്നെ ഉദ്ഘാടനം ചെയ്തത് മറ്റൊന്നാണ് രാജ്കോട്ടിലെ, ഗുജറാത്തിലെ വിമാനത്താവളം. 3 എണ്ണത്തിന്റെയും തല താഴോട്ട് പോയി. ഏതായാലും 2 മനുഷ്യജീവൻ അപകടം ഉണ്ടായില്ല. ഡൽഹിയിൽ ഒരു സാധു ഡ്രൈവർ വാഹനത്തിനടിയിൽപ്പെട്ട് ഇത് വീണ്, മേൽക്കൂര വീണ്, അതിന്റെ ഇരുമ്പ് തൂണ് വീണ്, ഗാർഡർ വീണ് ഒരാൾ മരണപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റുകയും ചെയ്തിരിക്കുന്നു. 1. 2, സമുദ്രത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അടൽ സേതു പാലം എന്ന് പറയുന്നത്. 12 കിലോമീറ്റർ പറ്റിയാണ് ദൂരം. അത് നമ്മൾ അവിടെ പറയുന്നത് ഇതാണ്, ഇത് സുനാമിയെ അതിജീവിക്കും, ഭൂകമ്പത്തെ അതിജീവിക്കും, ബോംബ് വന്ന് വീണാൽ കുഴപ്പമില്ല, പീരങ്കി വന്നാൽ കുഴപ്പമില്ല, ഏത് പ്രകൃതി ദുരന്തത്തെയും മനുഷ്യനിർമ്മിത ദുരന്തത്തെയും എല്ലാം അതിജീവിക്കാൻ കഴിയും. ഇതും 500 കൊല്ലം 1000 കൊല്ലം എന്നാണ്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് 12 മാസം കഴിയുന്നതിന് മുമ്പ് അടൽ സേതു പാലത്തിന്റെ അടിയിൽ കൂടെ ഇപ്പോൾ പാലം പിളർന്ന് അവിടെ വെള്ളം ഇറങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. മോർവി എന്ന് പറയുന്ന, പണ്ട് മോർവി ഡാം ദുരന്തമുണ്ടായി 10-25,000 ആളുകൾ മരിച്ചത് 1977-ലോ 78-ലോ, ഞാനൊക്കെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ കേട്ടോ, അല്ലെ 80-കളിലാണ്. പിന്നെ നമ്മൾ മോർവിയെ കുറിച്ച് കേൾക്കുന്നത് ഇവരുടെ ഭരണകാലത്താണ്. ഒരു പാലം നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾക്കുള്ളിൽ, അത് മാസമല്ല ആഴ്ചകൾക്കുള്ളിൽ ഉദ്ഘാടനം കഴിഞ്ഞ് തകർന്നു വീണ് 243 മനുഷ്യജീവനുകളാണ് ഒറ്റയടിക്ക് അവിടെ തകർന്നു വീണത്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ബീഹാറിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്നതും നിർമ്മാണം പൂർത്തീകരിച്ചതുമായ
13 പാലങ്ങൾ, ചിലത് താഴെ പോയി, ചിലത് പോകാറായിട്ടിരിക്കുന്നു, ചിലത് അടച്ചുപൂട്ടിയിരിക്കുന്നു. ലാല, ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഞാൻ പണ്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി, അതായത് ബനാസിർ ഭൂട്ടോയുടെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ പേര് സർദാരി ലാൽ, അദ്ദേഹം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു പേരുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിക്കുന്നത് നമ്പർ 20%, അദ്ദേഹത്തെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നടക്കുന്ന ഏത് കരാറുകളും നിർമ്മാണങ്ങളും അന്താരാഷ്ട്ര കരാറുകൾക്കല്ല അദ്ദേഹത്തിന് 20% വേണം. അതുകൊണ്ട് മിസ്റ്റർ 20% എന്നാണ് സർദാർ ലാലിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ പെർസെൻറ്റേജ് പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കർണാടകത്തിലാണ്. ശ്രീ ബസവരാജ് ബൊമ്മ, SR ബൊമ്മയുടെ മകൻ, കർണാടകത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടുത്തെ കരാറുകാരെല്ലാവരും കൂടെ ചേർന്ന് അവരുടെ അസോസിയേഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്ത് എഴുതി. എന്താണെന്നറിയോ? കർണാടകത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 40% കമ്മീഷൻ മന്ത്രിമാർക്കും പാർട്ടിക്കും, അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്, കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ നിർമ്മാണം നടത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇനി കരാറുകളിൽ ഏർപ്പെടുന്നില്ല എന്ന് അവിടുത്തെ കരാറുകാരുടെ അസോസിയേഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചത് അധികം കാലമൊന്നും ആയില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് കർണാടകത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് സിദ്ധരാമയ്യ ഗവൺമെന്റ് അല്ലെങ്കിൽ DK ശിവകുമാർ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയൊരു പ്രചരണം കൂടിയായിരുന്നു ഈ 40% കമ്മീഷൻ എന്നുള്ളത്. അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. കഴിഞ്ഞ 10 കൊല്ലമായി നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അത് വൻകിട കരാറുകാർക്ക്, ഇവിടെ KT സൂചിപ്പിച്ചതുപോലെ ലാർസൻ ആൻഡ് ടൂബ്രോ പോലുള്ള വൻകിട കമ്പനിക്കാരും മാത്രമല്ല അദാനി അംബാനി വിഭാഗത്തിൽപ്പെട്ട 10-20ഓളം കരാറുകാർക്ക്, ഇവർക്ക് 50%, ഇപ്പൊ 40ആണോ 50ആണോ ശതമാനം എന്നറിയത്തില്ല, ഇവർ ഈ നിർമ്മാണങ്ങളിലെല്ലാം അടിച്ചു മാറ്റിയ തുകയ്ക്ക് ശേഷം പലതും പാലത്തിന് കമ്പി ആവശ്യത്തിനില്ല, സിമന്റ് ആവശ്യത്തിനില്ല, പഞ്ചവടി പാലങ്ങൾ ഓരോന്നോരോന്നായി തകർന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഇത് രാമന്റെ ഒരു ശാപം കൂടെ ഉണ്ടല്ലോ. കാരണം രാമന്റെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിച്ച് വർഗീയതയുടെയും ജാതിയുടെയും ഒക്കെ പേരിൽ നരേന്ദ്രമോദിയുടെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞുള്ള പ്രസംഗം എന്തായിരുന്നു? മേ ഭഗവാൻ രാംസെ മാഫി മാങ്ങന ചാർത്താവും, ഞാൻ രാമനോട് മാപ്പ് ചോദിക്കുന്നത്, എന്താ അങ്ങേക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയാൻ ഇത്രയും വൈകിയതിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിനെയാണല്ലോ ഭഗവാൻ രാമൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ക്ഷേത്രം പണിയാൻ. ത്രേതായുഗത്തിലെ അവതാരത്തിന് എത്രയോ കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ഞാൻ ഭഗവാൻ അപ്പൊ ഇത് ശ്രീരാമന്റെ ശാപം കൂടി ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ലാലെ എനിക്ക് 1ാം ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ശരി, ഞാൻ ആദ്യം ഷാബു പ്രസാദിനോട് ചോദിക്കേണ്ടതാണ്. കാരണം ജനങ്ങളുടെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾ ഷാബു പ്രസാദിനോട് ചോദിക്കാമെന്നാണ് കരുതിയത്. പക്ഷെ വേണ്ട, രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ 2 പേരും പറഞ്ഞത് കേട്ടല്ലോ. ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പറഞ്ഞത് കേട്ടല്ലോ. ശ്രീ ഷാബു പ്രസാദ്, എന്താണ് അതിന് താങ്കളുടെ ആദ്യ മറുപടി? ലാൽ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുന്നു, ഞാൻ സംസാരിക്കുമ്പോൾ മറ്റ് 2 പേരോടും കാണിച്ച ആ മര്യാദ എന്നോടും കാണിക്കണം, ഇല്ലെങ്കിൽ ചർച്ച ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ പറയാം. എന്തായാലും ഒരു കാര്യത്തിൽ ലാലെ എനിക്ക് വളരെ വളരെ സന്തോഷം. എന്തായാലും KT കുഞ്ഞിക്കണ്ണനും സേനാപതി വേണുവും കൈരളി ചാനലും ഡോക്ടർ ലാലും ഈ നാട്ടിലെ എല്ലാവരും ഒക്കെ ശ്രീരാമന്റെ കാര്യത്തിലൊക്കെ ഇത്രയധികം കൺസേൺഡ് ആയതിൻ്റെ അകത്ത് അക്കാര്യത്തിൽ വളരെ വളരെ സന്തോഷം. എന്തായാലും 500 വർഷം വെയിലും മഴയും കൊണ്ട് തടവിലും കടന്നിരുന്ന സമയത്ത് ശ്രീരാമനെ പറ്റി നിങ്ങൾക്ക് തോന്നാതിരുന്ന, അയോധ്യയിലെ രാമനെ പറ്റി തോന്നാതിരുന്ന ഇപ്പോഴത്തെ ഈ സ്നേഹവും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അത് അക്കാര്യത്തിൽ എനിക്ക് വളരെ 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 സന്തോഷം തോന്നി. പിന്നെ 2, രാമക്ഷേത്രത്തിലെ ഉള്ള ചോർച്ചയാണ്. നിങ്ങളിവിടെ പരാമർശിച്ചു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് ചോർച്ച, ലീക്ക് കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേൽക്കൂര തീർത്തിട്ടില്ല. അപ്പോൾ മഴ നേരിട്ട് അവിടേക്ക് വീഴും. അപ്പോൾ ഏത് നിർമ്മിതിയിലും അങ്ങനെ വരുമ്പോൾ ലീക്ക് സ്വാഭാവികമാണ്. കഴിഞ്ഞ ദിവസം അവിടെ അയോധ്യയിൽ പെയ്ത മഴ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ മഴയാണ് 2-3 ദിവസം അയോധ്യയിൽ പെയ്തത്. അയോധ്യയിൽ എന്നല്ല, നോർത്ത് ഇന്ത്യ മുഴുവനുമായി. ഇന്ന് കണ്ട റിപ്പോർട്ട് ഡൽഹിയിൽ 80 വർഷത്തിനിടയിൽ പെയ്ത ഏറ്റവും വലിയ മഴയാണ് ഡൽഹിയിൽ പെയ്തത്. നോർത്ത് ഇന്ത്യ മുഴുവനും ഈ കഴിഞ്ഞ ദിവസം സൈക്ലോണിക് എഫക്റ്റോ എന്തോ അതിഭീകരമായ മഴയാണ് പെയ്തത്. ആ മഴയിൽ ഇത്രയൊക്കെ സംഭവിക്കും, ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ മറ്റൊന്ന്, അടൽ സേതുവിലെ ക്രാക്കിൻ്റെ കാര്യം.
അത് ഞാൻ ഇവിടെ ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ സംഭവം ഉണ്ടെന്ന്, ഒന്നാമത്തെ കാര്യം, ആ പാലത്തിലല്ല ക്രാക്ക്, ആ പാലത്തിലല്ല വിള്ളൽ, അതിനോടനുബന്ധിച്ചുള്ള സർവീസ് റോഡിലാണ് ഈ ഈ വിള്ളൽ വന്നിരിക്കുന്നത്. അതും താഴേക്കല്ല, ഇതിന്റെ മുകളിലത്തെ ടാറിങ്ങിന് മാത്രമാണ്. അതും നമുക്കൊന്ന് ഫാക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അപകടകരം നിങ്ങൾ ഈ പറയുന്ന മാതിരി ഇപ്പതേ പഞ്ചവടി പാലം അപകടപരമായ രീതിയിൽ പണിഞ്ഞ് ഇപ്പൊ താഴെ വീഴുന്ന, കടലിന് കുറുകെ പണിഞ്ഞിരിക്കുന്ന പാലമാണ്. അവിടെ സർവീസ് നിർത്തി വെച്ചിട്ടുണ്ടോ? വാഹനങ്ങൾ ഇപ്പോഴും പോകുന്നില്ലേ? എല്ലാം പോകുന്നുണ്ടല്ലോ. അതിന്റെ സർവീസ് റോഡിന്റെ ഒരു സൈഡില് അതിന്റെ ടാറിങ്ങിൽ ഒരു ചെറിയ വിള്ളൽ കണ്ടതിനാണ് അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കള്, KPC അവിടുത്തെ PCC പ്രസിഡന്റ് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വലിയ സംഭവമാക്കിയിരിക്കുന്നതും. ഇവിടെ നമ്മുടെ നാട്ടില് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു റോഡിൽ കൂടെ പോകാൻ പറ്റാഞ്ഞിട്ട് വഴി തിരിച്ചു വിട്ടു, തൃശ്ശൂർ കുന്നംകുളം റോഡില്. മുഖ്യമന്ത്രിയുടെ റൂട്ട് തിരിച്ചു വിടേണ്ട ഗതികേടാ വന്നത്. ഇപ്പം ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഈ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന റോഡുകളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ ശ്രീ KT കുഞ്ഞിക്കണ്ണന്റെ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ അഹമ്മദാബാദ് ബേസുള്ള ഒരു കമ്പനി അവിടെ ചെയ്തു. എന്താ സാർ, അഹമ്മദാബാദ് എന്താ ഇവിടെ ഈ നാട്ടിലല്ലേ? ഈ രാജ്യത്തെ ഒരു സ്ഥലമാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. അതുപോലെ അവിടെ നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നു, L&Tക്കും ടാറ്റയും അല്ലേ ചെയ്യേണ്ടത്? അവിടെ എങ്ങനെ അഹമ്മദാബാദ് കമ്പനി വന്നു? വലിയ വലിയ കമ്പനികൾ കോൺട്രാക്ട് എടുത്തിട്ട് സബ് കോൺട്രാക്ട് കൊടുക്കും സഖാവേ. ഇവിടെ ഊരാളുങ്കൽ ലേബർ വലിയ വൻ കരാറുകൾ എടുത്തിട്ട് എത്രയോ പേർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കും. അത് കൊടുക്കാറില്ല. അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാ. ആ സബ് കോൺട്രാക്ട് കൊടുക്കുമ്പം അതിൻ്റെതായ നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതുപോലെ ഞാനിപ്പോ അദ്ദേഹത്തിന് ഇവരുടെ ഏറ്റവും വലിയ കടുത്ത ശത്രുവാണല്ലോ അദാനി എന്ന് പറയുന്നത്. അദാനിയാണല്ലോ ഈ ഏറ്റവും വലിയ ചെകുത്താനാണല്ലോ. ഞാനിപ്പോ വരുന്ന വഴിക്ക്, ഞാൻ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കോഴിക്കോട്ട് ഒരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. എന്താ കാര്യം എന്നറിയാവോ? അവിടെ ഒരു പൈപ്പ് ലൈനിന്റെ പണി നടക്കുകയാണ്. അവിടെ ഒരു വലിയ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സമത്വ സുന്ദര സാമൂഹ്യ ശാസ്ത്ര സാങ്കേതിക മതേതര പിന്നെ എന്തൊക്കെയോ ആയ കേരളത്തിലാണ് അദാനിയെ പൊതുശത്രുവായി അംഗീകരിച്ചിരിക്കുന്ന, ചെകുത്താനായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കേരളത്തിൽ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അദാനി പൈപ്പെന്നാണ്, അദാനി ഗ്യാസ്. ഈ കേരളത്തിൽ അദാനി പണിയെടുക്കുകയാണ് ഗ്യാസ്. ഈ ചെകുത്താനും വൃത്തികെട്ടവനും ഭീകരനും കൊള്ളക്കാരനും പിന്നെ സാമ്രാജ്യത്വ ഗൂഢാലോചന, പിന്നെ അങ്ങനെ കുറെ സൈദ്ധാന്തിക പദങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഖാവിന് ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത അദാനി ഈ കേരളത്തിൽ പൈപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അദാനി കേരളത്തിൽ ഒരു തുറമുഖം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അദാനിയെ പൂവിട്ടു വാഴ്ത്തി ഇവിടെ സ്വീകരിച്ചാനയിച്ചത് ഇവിടുത്തെ ലോക മുതലാളിത്ത വിരുദ്ധത്തിന്റെ മുഴുവനും സർവകലാശാലയും തലസ്ഥാനവുമായ AKG സെന്ററിലാണ്. പറയുമ്പോ എന്റെ സഖാവെ, ഒരു വിരൽ ചൂണ്ടുമ്പോ എത്ര വിരൽ നിങ്ങളുടെ നേരെ ചൂണ്ടുന്നു എന്നുകൂടിയൊക്കെ ഒന്ന് ആലോചിക്കണം. ഈ നാട്ടിൽ വലിയ മഴ പെയ്തപ്പോൾ 2018 കഴിഞ്ഞ 100 വർഷത്തെ ഏറ്റവും വലിയ മഴ പെയ്തപ്പോൾ കേരളത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇനിയും പണി ബാക്കിയുള്ള ഒരു കെട്ടിടത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ മേൽക്കൂര ഇനിയും ബാക്കിയുള്ള ഒരു നിർമ്മിതിയിൽ അവിടെ വലിയ ഭീകരമായൊരു മഴ പെയ്തപ്പോൾ ഒരു ചോർച്ച വന്നത് നിങ്ങൾക്ക് ശരി. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ പറഞ്ഞ 5 മിനിറ്റിൽ കൂടുതൽ നേരം ഞാൻ ഒരക്ഷരം പോലും താങ്കളെ പറഞ്ഞ് തടസ്സപ്പെടുത്തിയിട്ടില്ല. ജനങ്ങളെല്ലാം കേട്ടു, അറിയണമല്ലോ. അതിനാണല്ലോ താങ്കളെ ഞാൻ ക്ഷണിച്ചത്. അപ്പോൾ ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ 1-2 കാര്യങ്ങളോടുള്ള ചെറിയ സംശയങ്ങൾ കൂടി ചോദിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് പോവാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞിരിക്കുന്നു, 1ാമത്തെ ഫ്ലോറിൽ പണി പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ചോർന്നത് എന്നാണ്. ഞാൻ സത്യത്തിൽ ഞങ്ങളൊക്കെ കരുതിയത് ഒരു ട്രോള് കണ്ടതെങ്കിലും ട്രോളാണെന്ന് കരുതിയില്ല. അത് സത്യമായ വാർത്തയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇത് എന്തോ ധാരയായി അവിടെ എന്തോ പരിപാടി പൂജയുടെ ഭാഗമായി നടത്തുന്നതാണ്, അതുകൊണ്ടാണ് പൂജാരിയുടെ തലയിലേക്ക് വെള്ളം ഒഴുകുന്ന രീതിയിൽ പ്രത്യേക കൺസ്ട്രക്ഷൻ പോലെയൊക്കെ തോന്നി എന്നൊക്കെയാണ് ട്രോളിൽ കണ്ടത്. അത് ട്രോളാണെന്ന് പിന്നീടാണ് മനസ്സിലായതും. അപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഇത് നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചതാണ്. ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോർ പണി പൂർത്തിയാകും മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്തതാണ് എന്നൊക്കെ അറിയുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ പ്രധാനമന്ത്രി ഈ എല്ലാ കാഞ്ചി സന്യാസിമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടും നിർബന്ധിച്ച് ജനുവരിയിൽ തന്നെ പ്രാണപ്രതിഷ്ഠ നടത്താൻ തയ്യാറായത് എന്നത് ഇതൊരു രാഷ്ട്രീയ ആവശ്യമാണ്, ഇതൊരു ഭക്തിയുടെയോ വിശ്വാസത്തിൻ്റെയോ ഭാഗമായിട്ടുള്ളതല്ല എന്ന് തെളിയുകയല്ലേ പ്രതിപക്ഷം പറയുന്നത് പോലെ? ലാൽ, നിങ്ങൾക്ക് ഈ ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ചും ക്ഷേത്രങ്ങളുടെ പ്രാണപ്രതിഷ്ഠയെ പറ്റിയുമൊക്കെയുള്ള
അങ്ങനെയുള്ള ചീള് കാര്യങ്ങളെ പറ്റിയൊന്നും നിങ്ങൾ സഖാക്കന്മാർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ അന്താരാഷ്ട്ര തൊഴിലാളി വർഗ സർവാധിപത്യ പോലുള്ള വലിയ വലിയ കാര്യങ്ങളെ പറ്റിയല്ലേ ഉള്ളൂ. ഇതുപോലെ ഇതൊക്കെ ഇതിപ്പോ ചെറിയ എനിക്കെന്നോ കാര്യങ്ങൾ. ഞങ്ങൾക്കെന്നോ അല്ല, ഇവർക്ക് ആർക്കും അറിയില്ല എന്നാണ്. ഇത് വിശ്വാസികൾക്ക് അറിയാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട താന്ത്രിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം. അവരെ ആരെയും ഇതുമായിട്ട് അടുപ്പിച്ചിട്ടില്ല, സന്യാസിമാരെ അടുപ്പിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ടവരറിയാതെ ബിസിനസ് നടത്തുന്ന, കൺസ്ട്രക്ഷൻ അഴിമതി നടത്തി പണം ഉണ്ടാക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്തതുപോലെയുണ്ട്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇതൊക്കെ നാട്ടിലൊക്കെ പലയിടത്തും വിള്ളലുണ്ടാകുന്നുണ്ട്, പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്നുണ്ട്, അതുപോലെ ഇതാ ഇവിടെയും വീണിരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ നാട്ടിൽ പൊട്ടിപ്പൊളിയുന്നതൊന്നും അല്ലല്ലോ. ഇപ്പൊ ഇത്രയും വലിയ മഴ പെയ്താൽ, ഇത്രയും വലിയ കാലാവസ്ഥ ക്ഷോഭമുണ്ടായാൽ, ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കുമെന്ന് താങ്കൾ പറയുമ്പോൾ, ഈ ക്ഷോഭത്തിൽ സംഭവിക്കുന്നത് അയോധ്യയിൽ മാത്രം, ഇതിൽ സംഭവിക്കുന്നത് അടൽ സേതുവിന് മാത്രം, ഇതിൽ സംഭവിക്കുന്നത് അഹമ്മദാബാദിലെ കമ്പനി പണിഞ്ഞിടത്ത് മാത്രം, രാജ്കോട്ടിലെ വിമാനത്താവളത്തിൻ്റെ മേൽക്കൂര മാത്രം, ഡൽഹിയിലെ മേൽക്കൂര മാത്രം. ഇതെന്തുകൊണ്ട്? ഇനി ഞാൻ പറയട്ടെ, ഇനി താങ്കൾ ഇടപെടരുത്. അതായത് ഒരു ക്ഷേത്രവും പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് അത് പൂർത്തിയാകുന്നതിന് മുമ്പാണ്, പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം. കാര്യം അതിന് കൃത്യമായ മുഹൂർത്തം കാര്യങ്ങളുണ്ട്. 2019 ഈ ക്ഷേത്രം പണി തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ മുഹൂർത്തം കുറിച്ചതാണ്. എപ്പോഴാണ് ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത്, ആ മുഹൂർത്തം കുറിച്ച് ആ കൃത്യമുഹൂർത്തത്തിൽ നടന്നു. നമ്മൾ സാധാരണ പലപ്പോഴും വീട് പണികൾ പോലും ഗൃഹപ്രവേശം നടത്തി പലപ്പോഴും അതെല്ലാം കഴിഞ്ഞ് പിന്നീടൊക്കെയാണ് പൂർത്തിയാക്കാറുള്ളത്. അതിന് മുഹൂർത്തം കാര്യങ്ങളും ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് ഇനിയും പലർക്കും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും, അത് വേറെ കാര്യം. പക്ഷേ ഇതിൻ്റെ മുഹൂർത്തം കുറിച്ചതും അത് ആ തീരുമാനങ്ങൾ എടുത്തതും അതിന് അർഹതപ്പെട്ടവർ തന്നെയാണ്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ. പക്ഷെ ആ മറുപടികളൊക്കെ പറഞ്ഞത് പ്രധാനമന്ത്രിയാണ്, രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്, അതല്ലെങ്കിൽ ആ പാർട്ടിയാണ് അതിനോട് പ്രതികരിച്ചത്. സന്യാസിമാർ, ശങ്കരാചാര്യ സ്വാമികളൊക്കെ ഇതിനെതിരായിരുന്നു എന്ന വാർത്ത അന്ന് തന്നെ വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് വളരെ 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 വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അതൊരു ഏകശില ഘടനയല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായി എന്ന് വരും. അങ്ങനെ 100% എല്ലാ കൺസെൻസസോടും കൂടി കാര്യങ്ങൾ നടത്താൻ ഹിന്ദു സമൂഹത്തിന്റെ അകത്താവില്ല. കാര്യം അതാണ് ഹിന്ദു സമൂഹത്തിന്റെ ഒരു ഇതിപ്പോ ഹിന്ദു സമൂഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യവും ജനാധിപത്യ അവകാശങ്ങളും പാലിച്ചുകൊണ്ടല്ലോ നടത്തേണ്ടത്. ഇതിനകത്ത് താന്ത്രികമായും വാസ്തുശില്പപരമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതില്ലാതെ അഴിമതി എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ പേരിൽ, ഭക്തിയുടെ പേരിലൊക്കെ ഇപ്പോഴും കിടന്നിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അല്ല നിങ്ങൾക്ക് എന്താ ഈ താന്ത്രികം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ലാലെന്ന് പറയാമോ? എന്നോട് അങ്ങനെ എനിക്ക് നടത്തിയവർക്ക് അറിയാത്തതുപോലെ തന്നെ ഈ പണി എനിക്കും അറിയില്ല, അതുകൊണ്ട് ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. പക്ഷേ ഈ പണി അറിയാത്തവരാണ് ഈ പണി നടത്തിയതെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ആദ്യത്തെ മഴയിൽ 6 മാസം തികയും മുമ്പ് പൂജാരിക്ക് അവിടെ വെള്ളത്തിൽ ഇരുന്ന് പൂജിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ആ പാവം പൂജാരിയുടെ സങ്കടമെങ്കിലും അങ്ങ് മനസ്സിലാക്കണം. അയ്യോ എൻ്റെ ദൈവമേ, സങ്കടം, പൂജാരിയുടെ സങ്കടം ഇപ്പം ലാലിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നത്. എനിക്ക് ഒരു മനുഷ്യന്റെ തൊഴിലിനോടുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുള്ള വേദനയാണ്. അത് പണിത് കാശുണ്ടാക്കാൻ ശ്രമിച്ചവർ നടത്തിയ വഞ്ചനയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ വരാം. ഇനി രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളുടെ സമയം തരാം. സമയം തരാം. ഇത് കഴിഞ്ഞിട്ട് വേറൊന്നുമല്ല, അവിടെ ടാർപോളും ഷീറ്റിൽ വെയിലും മഴയും കൊണ്ടിരുന്ന സമയത്തും അവിടെ പൂജ നടന്നിട്ടുണ്ട്. അപ്പോഴും അവിടെ പൂജാരിമാരുണ്ട്. അപ്പോൾ ആ പൂജാരിമാരോടൊന്നും നിങ്ങൾക്ക് ഈ സ്നേഹവും സങ്കടവും ഒന്നും ഇല്ലേ സാർ? യെസ്, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അന്ന് ടാർപോളിനൊക്കെ കെട്ടി പൂജാരി പൂജ നടത്തിയപ്പോൾ തോന്നാത്ത വേദന ഇന്ന് ഈ പൂജാരിക്ക് സുഖം കൂടിപ്പോയത് കൊണ്ടാണോ എന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഷാബു പ്രസാദിന് തോന്നുന്നുണ്ട്. അതുപോലെ മറ്റ് പ്രതികരണങ്ങൾ താങ്കൾ കേട്ടല്ലോ. സർവീസ് റോഡുകൾ ഉൾപ്പെടെ ഈ അടൽ സേതുവിൻ്റെ കാര്യത്തിലൊക്കെ അവിടെ സർവീസുകൾ നിർത്തിവെച്ചിട്ടില്ല. ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ 6 മാസം കൊണ്ട് ഇങ്ങനെ പൊളിഞ്ഞു എന്നൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മാത്രം വേദന എന്തുകൊണ്ട് എന്ന ചോദ്യമാണോ മറുവശത്തു നിന്ന് വരേണ്ടത്? അല്ല, ഷാബു പ്രസാദ് ഈ ചർച്ചയിൽ എന്താണ്
എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറാം അതിനുള്ള എന്താണ് ചില സൂത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. ഒന്നാമതായിട്ട് ശങ്കരാചാര്യന്മാർ ഉൾപ്പെടെയുള്ള താന്ത്രിക വിധികളിൽ നല്ല പാണ്ഡിത്യമുള്ള ആളുകൾ, എനിക്കോ ലാലിനോ ചിലപ്പോൾ സേനാപതി വേണുവിനോ ചിലപ്പോൾ താന്ത്രിക വിധികളിൽ പാണ്ഡിത്യം ഉണ്ടാവില്ല. താന്ത്രിക വിധികളിൽ വിഗ്രഹനിഷ്ഠാസംബന്ധിയായ കാര്യങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ള ആളുകൾ തിടുക്കപ്പെട്ട് ജനുവരി 22 പ്രാണപ്രതിഷ്ഠ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. അവരെന്താണ് പറഞ്ഞത്? പൂർത്തീകരിക്കാത്ത ഒരു ക്ഷേത്ര കെട്ടിടത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമല്ലാത്ത ഒരു ശരീരത്തിൽ എങ്ങനെ ജീവൻ വരും എന്ന ചോദ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർത്തീകരിക്കാത്ത ഒരു ക്ഷേത്ര ശരീരത്തിൽ വിഗ്രഹപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ നടത്തിയാൽ ആ പ്രാണൻ അവിടെ നിലനിൽക്കില്ല എന്ന വാദം ഞങ്ങളാരുമല്ല ഉന്നയിച്ചത്. വിഗ്രഹ പ്രതിഷ്ഠാ സംബന്ധിയായ കാര്യങ്ങളിൽ താന്ത്രിക വിധികളിൽ നല്ല പാണ്ഡിത്യമുള്ള ശങ്കരാചാര്യന്മാരാണ്. അപ്പം നമ്മൾ ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പോൾ ഷാബു പ്രസാദ് എന്തു പറയും? ഹിന്ദുമതത്തിൽ പല ധാരകളുണ്ട്, പല നിലപാടുകളുണ്ട്, പല വീക്ഷണങ്ങളുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കർശനമായ രീതിയിൽ ഇങ്ങനെ തിടുക്കപ്പെട്ട് പൂർത്തീകരിക്കാത്ത ഒരു കെട്ടിടത്തിൽ, ഒരു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തരുത്, പ്രാണപ്രതിഷ്ഠയെ ഒരു രാഷ്ട്രീയ അഭ്യാസമാക്കി മാറ്റരുത് എന്ന വിമർശനം ശക്തമായി ജനുവരി 22 പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് താന്ത്രിക വിധികളിൽ പാണ്ഡിത്യമുള്ള ആളുകൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ കെട്ടിടം മാത്രമല്ല, ക്ഷേത്ര കെട്ടിടം മാത്രമല്ല, റോഡ് 624 കോടി രൂപ ചെലവഴിച്ചുള്ള റോഡാണ് ഷാബു പ്രസാദേ. ആ റോഡ് നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചത് സബ് കോൺട്രാക്ടർ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സബ് കോൺട്രാക്ടർ എങ്ങനെ ബുഗൻ ഇൻഫ്രാകോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന അഹമ്മദാബാദ് കേന്ദ്രമായിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കിട്ടി എന്നുള്ളത് അഹമ്മദാബാദുകാരോടോ അല്ലെങ്കിൽ ഗുജറാത്തുകാരോടോ ഉള്ള നമ്മളുടെ പ്രത്യേകമായ എന്തെങ്കിലും രീതിയിലുള്ള വിരോധത്തിൻ്റെ പ്രശ്നമല്ല. ഈ ഗുജറാത്ത് കമ്പനി BJPക്കാർക്ക് ഫണ്ടുണ്ടാക്കി കൊടുക്കുന്ന കരാറ് കൊടുക്കുക. ആ കരാറിന്ന് ഇവിടെ സേനാപതി വേണു പറഞ്ഞതുപോലെ നിശ്ചയ ശതമാനം BJPക്ക് കൊടുക്കുക, അമിത്ഷാക്കും മോഡിക്കും കൊടുക്കുക. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അത്തരം കമ്പനികൾ ഏറ്റെടുത്ത കൺസൾട്ടന്റുകളെല്ലാം തന്നെ എത്ര ദയനീയമായിട്ടാണ്, എത്ര പെട്ടെന്നാണ് പൊളിഞ്ഞു വീഴുന്നത് വിമാനത്താവളങ്ങളുടെ മേൽക്കെട്ടിടങ്ങൾ. ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്ന, നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുക, പിറ്റേന്ന് പൊളിഞ്ഞു വീഴുക, ഈ അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിച്ചു. അപ്പം ഇതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട്. ഈ രാജ്യത്തിൻ്റെ എല്ലാ സമ്പദ്ഘടനയും, എല്ലാ വിഭവസ്രോതസ്സുകളും, എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളും നിങ്ങൾ അദാനിമാരെ ഏൽപ്പിച്ചില്ലേ? എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക അദാനി ഇവിടെ ഇല്ലേ എന്ന്. ഈ ദേശീയപാത വലിയ ഭാഗം കരാറെടുത്തിരിക്കുന്ന ആരാ? അദാനിയുടെ ഒരു കമ്പനിയല്ലേ. അപ്പോൾ അദാനിമാർ എല്ലാ രംഗത്തുമുണ്ട്. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഇതെല്ലാം തന്നെ അദാനിമാരെ ഏൽപ്പിച്ചത് പിണറായി വിജയനാണോ? കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണോ? ഇവിടുത്തെ കേന്ദ്ര സർക്കാരല്ലേ? കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഗ്ലോബലൈസേഷൻ നയത്തെ ഞങ്ങൾ ശക്തമായി എതിർത്തു. തിരുവനന്തപുരം വിമാനത്താവളം ഇതാ കേരള സർക്കാർ ഏറ്റെടുത്തുകൊള്ളാം, അത് പൊതുമേഖലയിൽ നിലനിർത്താം എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ ശക്തമായ ഒരു എതിർപ്പ്, ഒരു പ്രതിരോധം അതിനെതിരായിട്ട് ഉയർത്തിയില്ലേ? അപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തെ പഴിചാരിയിട്ടൊന്നും നിങ്ങൾ നടത്തുന്ന ഈ കോർപ്പറേറ്റ് കോൺട്രാക്ട് സേവയെ, വൻകിട കരാറുകാരുമായിട്ടുള്ള ഈ ഒത്തുകളിയെ, അത് ഈ രാജ്യത്ത് വലിയ ദുരന്തമുണ്ടാക്കുക. രാമക്ഷേത്രത്തിൽ വിഗ്രഹത്തിൽ വെള്ളം ഒഴുകുന്നത് കൊണ്ട് പൂജ നടത്താൻ കഴിയില്ലെന്ന് പറഞ്ഞത് നമ്മളാരുമല്ലല്ലോ. ആചാര്യ സത്യേന്ദ്രദാസ് എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യ പൂജാരിയല്ലേ? ആ പൂജാരിയുടെ വാദങ്ങളെ നമ്മൾ എന്തിനാണ് തള്ളിക്കളയുന്നത്? അപ്പോൾ അവിടെ കെട്ടിടം പൂർത്തീകരിച്ചിട്ടില്ല, വെള്ളം ഒഴുകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ വെള്ളം ഒഴുകുന്നത് തടയാൻ ആവശ്യമായ മുൻകരുതൽ എടുത്തുകൂടായിരുന്നു. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾ ഒരു ഉത്തരവാദിത്വവും കാണിച്ചിട്ടില്ല. ഇവിടെ സേനാപതി വേണു സൂചിപ്പിച്ചതുപോലെ എന്താണ് പറഞ്ഞത്? 1000 വർഷത്തേക്ക് നിലനിൽക്കുന്ന കെട്ടിടമായിരിക്കും, അതിനുള്ള ഇരുമ്പും സിമെൻറ്റും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കും. എന്നിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ നിർമ്മാണം ശരിയായ രീതിയിലാണോ നടത്തുന്നത്? ആ ചോദ്യം ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും മോഡിയോടും യോഗി ആദിത്യനാഥിനോടും ഉന്നയിച്ചിരിക്കുകയാണ്. ഇത് രാമന്റെ ക്ഷേത്രമല്ല, ഇത് ദേശീയ ക്ഷേത്രമാണ് എന്നാണ് ശ്രീകോവിലിന് തറക്കല്ലിട്ടുകൊണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ഒരു ദേശീയ ക്ഷേത്രം എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ, തീർത്ഥാടകരെ ആകർഷിക്കാനുള്ള ഒരു വലിയ ടൂറിസ്റ്റ് നഗര നിർമ്മിതി, ഇതിൻ്റെ കരാർ നിങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ആ കരാർ കമ്പനിയുമായുള്ള നിങ്ങളുടെ അവിഹിത ബന്ധം ഈ പദ്ധതിയെ പൂർണ്ണമായി പൊളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രാമനോട് ഉത്തരവാദിത്തമില്ല, നിങ്ങൾക്ക് വിശ്വാസികളോട് ഉത്തരവാദിത്തമില്ല, നിങ്ങൾക്കാകെ വൻകിട കരാറുകളും കുത്തകകളുമായ ആളുകളോട് മാത്രമേ താല്പര്യമുള്ളൂ. അവർക്ക് ഇത്തരം പേരിൽ വലിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏൽപ്പിക്കുക, അതിൻ്റെ കമ്മീഷൻ തട്ടുന്ന
വളരെ മോശപ്പെട്ട, വളരെ രാജ്യവിരുദ്ധമായ, ജനവിരുദ്ധമായ ഒരു നിലപാടാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ശ്രീ സേനാപതി വേണു, ഒരുപക്ഷെ ജനം ഇത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. അതാണ് BJPക്ക് അയോധ്യ ഉൾപ്പെടെയുള്ളിടത്ത് ഏറ്റ തിരിച്ചടി എന്ന് വേണം മനസ്സിലാക്കാൻ. രാമക്ഷേത്രത്തിലേക്ക് തന്നെ ആളുകൾ, വിശ്വാസികൾ ഇപ്പോൾ വലിയ ഒഴുക്കുണ്ടാകും എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ അവിടേക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് വരുന്ന ഒഴുക്ക് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ വെള്ളമാണ് ഒഴുകുന്നത് എന്നാണല്ലോ വാർത്ത. അത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രീതിയിൽ ഒരു വലിയ ജനമുന്നേറ്റം അവിടേക്കുണ്ടാകും എന്നതൊക്കെ പൊളിഞ്ഞ് ഇത് ജനം തന്നെ ഇതൊരു RSS BJP പ്രോജക്റ്റാണ് എന്ന് മനസ്സിലാക്കി എന്ന് വേണമോ ഇപ്പോൾ കാണാൻ? അതിൻ്റെ കൂടി ഒരു പ്രത്യാഘാതമാണോ ഇപ്പോൾ കാണുന്ന കാഴ്ചകളും വരുന്ന വാർത്തകളും ചർച്ചകളുമൊക്കെ? അല്ല, ലാലെ, ഈ ഭക്തജനങ്ങളുടെ മനസ്സിലെ വിശ്വാസം എന്ന് പറയുന്നത് അത് അവൻ്റെ വിശ്വാസം മാത്രമാണ്. അത് ആളുകൾ ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തും, അവനത് പ്രകടിപ്പിക്കും, അതൊക്കെ കാര്യമാണ്. പക്ഷേ ഞങ്ങൾ ഗവൺമെൻറ് നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം പണിതു എന്നുള്ളത് കൊണ്ട് അവിടെ പ്രത്യേകമായി എന്തെങ്കിലും പുതിയ കാര്യം സംഭവിക്കും എന്ന് ഭക്തരാരും വിചാരിച്ചില്ല. ഇവരൊരു പക്ഷേ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. ഇവിടെ ഷാബു പ്രസാദിനോട് ഞങ്ങൾ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതൊരു ലേമാന്റെ ഭാഗത്തു നിന്നുകൊണ്ട്, സാധാരണക്കാരന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1800 കോടി രൂപ മുതൽ മുടക്ക് നടത്തിയ ഒരു നിർമ്മാണത്തിൽ അതിൻ്റെ ശ്രീകോവിലേക്ക് വെള്ളം ചോരുന്നു എന്ന് പറഞ്ഞാൽ അത് ആ നിർമ്മാണത്തിലുണ്ടായിരിക്കുന്ന അപാകത, ആ അപാകതയുടെ കാരണമെന്ത്? ആ കാരണമല്ലേ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയേണ്ടത്? ഇതിപ്പോ ഞാൻ സംശയിക്കുന്നു, ഡൽഹിയിൽ ഇപ്പോ 84 കൊല്ലത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ അതിവർഷമാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയാണ് സ്ഥിതിവിശേഷമെങ്കിൽ നാളെയോ മറ്റന്നാളോ അറിയാൻ പറ്റും, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ അവിടെ ഇവിടെ ഒക്കെ ഇപ്പൊ ചോരാൻ തുടങ്ങും എന്നുള്ളത് ചിലപ്പോൾ 2-3 ദിവസത്തിനകം. കാരണം ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ പറയുന്നത് എന്താ, ഈ വർഷം കാലവർഷം കൂടുതലായിരുന്നു, മഴയുടെ അളവ് കൂടുതലാണ്, അതുകൊണ്ട് എയർപോർട്ടിന്റെ എന്താ പറയുക മുകൾ ഭാഗം പറന്നു പോകുന്നു, ഒലിച്ചു പോകുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അതിനെ ന്യായീകരിക്കാം. പക്ഷേ ആ ന്യായീകരണങ്ങൾ നിങ്ങൾ പറയുമ്പോഴും ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടെ കോൺഗ്രസിന്റെ മഹാരാഷ്ട്ര അധ്യക്ഷൻ നാനാ പട്ടോളി, അദ്ദേഹമാണ് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്ന് പറയുന്നു. അദ്ദേഹം വാർത്ത പുറത്തു കൊണ്ടുവരാൻ ഇല്ലെങ്കിൽ ആ കൊണ്ടുവരുന്നതിന് ആധാരമായ കാരണം എന്താണ്? നിങ്ങൾ കൊട്ടിഘോഷിച്ച്, അതാണല്ലോ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്. ഇതൊക്കെ വർഷങ്ങൾ അതിജീവിക്കും, ഏത് പ്രകൃതി ദുരന്തത്തെയും അതിജീവിക്കാൻ കഴിയുന്നതാണ്, അങ്ങനെ അതിജീവിക്കാൻ കഴിയുന്നതാണ് എന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ പാലം ഇപ്പൊ പറയുന്ന അപ്രോച്ച് റോഡാണ്. അപ്പൊ അപ്രോച്ച് റോഡ് ഇല്ലാതെ പാലം നിലനിൽക്കാൻ പറ്റുമോ? അതോ അപ്രോച്ച് റോഡ് വേണ്ടയോ? അതോ അപ്രോച്ച് റോഡ് ഏത് സമയവും തകർന്നു പോകാവുന്ന നിലയിലാണോ? അപ്പൊ ഇതൊക്കെ ന്യായീകരണങ്ങളാണ്. ഇവിടെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ പല നേതാക്കളും ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ 10 കൊല്ലക്കാലം നമ്മുടെ രാജ്യത്ത് നടന്ന കരാറുകൾ മുഴുവൻ അത് പരിശോധിക്കപ്പെടണം. അത് പരിശോധിക്കപ്പെടുമ്പോൾ ഏതൊക്കെ കോൺട്രാക്ടറുടെ കയ്യിലേക്ക് ഈ പണങ്ങൾ പോയിരിക്കുന്നു, ആ പണം ഏതൊക്കെ വഴിയിലാണ് BJPയുടെ അക്കൗണ്ടുകളിലേക്കും BJPയുടെ നേതാക്കളിലേക്കും പോയിരിക്കുന്നത് എന്ന സത്യസന്ധമായ ഒരു അന്വേഷണം, ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ അഴിമതി കാര്യങ്ങളും പുറത്തു വരികയുള്ളൂ. ഇവിടെ ഒന്നൊന്നായി നിർമ്മിതികൾ തകർന്നു വീഴുന്നു, 1 2 അതൊക്കെ നമുക്ക് എന്താ പറഞ്ഞേ സ്വാഭാവികമായി സംശയിക്കാവുന്ന കാര്യങ്ങളാണ്. ഇത് ബീഹാറിലെ നമ്മൾ കണ്ടു, 1 ഡസനിലധികം പാലങ്ങളാണ് അത് തലേദിവസവും പിറ്റേ ദിവസമായി തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഈ നിർമ്മിതികളൊക്കെ നടത്തിയിരിക്കുന്നത് ഇവിടെ KG സൂചിപ്പിച്ചതുപോലെ ഈ ഭരണ പാർട്ടിയുമായി ബന്ധപ്പെട്ട കരാറുകാരോ അല്ലെങ്കിൽ അവരുടെ ഉപകരാറുകാരോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോ എന്താണ് ഇതിന്റെയൊക്കെ വസ്തുത? ഇതിന്റെയൊക്കെ വസ്തുത എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 കൊല്ലം നടന്നു. 10 കൊല്ലത്തെ സ്ഥിതിവിശേഷം എന്താ? പ്രതിപക്ഷമില്ലായിരുന്നു, പ്രതിപക്ഷ നേതാവില്ലായിരുന്നു, പ്രതിപക്ഷത്തെ ശബ്ദിക്കാൻ അനുവദിക്കില്ല. പാർലമെന്റിൽ ഒറ്റ ദിവസം 140 MP സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് 3 പ്രധാനപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള 3 നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റുന്നത്. പ്രധാനമന്ത്രിയെ ഈ കാര്യത്തിൽ, അതായത് അദാനിയുമായിട്ടുള്ള
20,000 കോടിയുടെ ഷെൽ കമ്പനിയുടെ എന്താ പറയുക ഇടപാടിനെ കുറിച്ച് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് മഹുവ മൈത്രയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ അവരെ അയോഗ്യരാക്കുന്നു എന്ന് മാത്രമല്ല എല്ലാവിധമായ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ. അപ്പൊ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇതൊന്നും ചോദ്യം ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ ഷാബു പ്രസാദിനോട് വിനീതമായിട്ട് പറയുന്നു, ഷാബു പ്രസാദെ, ആ 303-ൽ നിന്ന് 240-ലോട്ട് നിങ്ങൾ വരണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം 3 ലക്ഷം ജനങ്ങൾ അദ്ദേഹത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. 303-ൽ നിന്ന് നിങ്ങൾ 240-ലേക്ക് എത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ഇനിയും 303-ൽ നിൽക്കണ്ടേ അരുത്. ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഗവൺമെന്റുകൾ നടത്തിയിട്ടുള്ള അഴിമതികൾ, കൊള്ളരുതായ്മകൾ ഈ രാജ്യത്തെ ജനങ്ങൾ അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആ ചർച്ചയിലേക്ക് വന്നില്ല. 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ, 24 ലക്ഷം വിദ്യാർത്ഥികൾ, അവരൊക്കെ നാളെ ഡോക്ടർമാരും അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ പ്രാവീണ്യമുള്ളവരായി മാറേണ്ടതാണ്. ആ ചോദ്യ പേപ്പർ ചോർന്നതിനെ കുറിച്ച് മോദിയുടെ ഒരു ഗ്യാരണ്ടിയും ഒരു വർത്തമാനവും പറയുന്നില്ലല്ലോ. പാർലമെന്റിനകത്ത് ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. അതുകൂടി ചർച്ച ചെയ്യണ്ടേ? യെസ്, തീർച്ചയായിട്ടും. നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രാധാന്യം കുറഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതിലേക്ക് വരാത്തത്. എന്തായാലും അത് വിട്ടുകളഞ്ഞുകൊണ്ടും മറന്നുകൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ അദാനിയെ കൊണ്ട് പറഞ്ഞ് വായടപ്പിക്കാം, താങ്കൾ നടന്നു പോകുന്ന വഴിക്കും ഒക്കെ അപ്പുറം ഇപ്പുറമൊക്കെ അദാനി ഗ്യാസ് എന്നൊക്കെ കാണുന്നുണ്ട് എന്നാണ്. അതൊക്കെ വെറും ഗ്യാസായി പോകരുത് എന്ന് നോക്കി നടത്തുന്നവർ കൂടി, പണി നടത്തിയെടുക്കുന്നവർ കൂടി, അതിൻ്റെ നിരീക്ഷണം നടത്തുന്നവർക്കും പണി ചെയ്യിക്കുന്നവർക്കും ഒരു തൻ്റെ ഇടവും ഉത്തരവാദിത്വവും ഉണ്ടായാൽ മതി. അതില്ലാത്ത ഉത്തർപ്രദേശിൽ കാണുന്ന കാഴ്ചയാണ്, ഡൽഹിയിൽ കാണുന്ന കാഴ്ചയാണ്, ഗുജറാത്തിൽ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ തകർന്നു വീഴുന്നതിൻ്റെയൊക്കെ കാരണം കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഇതൊക്കെയാണ് ചർച്ചയാകുന്നത് എന്നുകൂടി താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അതായത് ഈ അദാനിയെ പൂവിട്ട് പൂജിച്ച് ആദരിച്ച് ആനയിച്ച് AKG സെന്ററിൽ കൊണ്ടുപോയത് BJP-ക്കാരൊന്നും അല്ല. BJP-യുടെ ഓരോ ഓഫീസിലും അദാനി കയറിയിട്ടുമില്ല. എന്നാൽ അദാനിയെ സ്വീകരിച്ചിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഓഫീസ് ഇന്ന് ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്തെ AKG സെന്ററാണ്. അല്ല, അദാനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമോ കിട്ടുമോ എന്ന് നോക്കാൻ ആ പാർട്ടി ഓഫീസിൽ കയറി അവിടുത്തെ നേതാക്കളെ കാണേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വരും. മറ്റിടത്ത് അദ്ദേഹത്തിന് സ്വന്തം വീട് പോലെയാണെന്നാണ് പറയുന്നത് മറ്റുള്ളവരൊക്കെ. അവിടെ പോകണ്ടേ? അങ്ങനെ സ്വന്തം വീട്ടിൽ പോലും കയറാത്ത അദാനി ഈ വന്ന് കണ്ടവന്റെ വീട്ടിൽ കയറുന്നത് എന്തിനാണ്? അപ്പം CPM നേതാക്കളെയൊക്കെ കണ്ട് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ അങ്ങോട്ട് സ്വീകരിച്ച് ആനയിച്ചത്. ഇല്ല, അതുകൊണ്ടാണല്ലോ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണല്ലോ അങ്ങ് പറഞ്ഞ അദാനി ഗ്യാസ് മുന്നോട്ട് പോകുന്നത്. അദാനി ഗ്യാസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണല്ലോ. അല്ല, അദാനിയെ പോലെയുള്ള കുത്തക മുതലാളി ഭീകരന്മാർക്ക് എപ്പോ വേണമെങ്കിൽ കയറി ഇറങ്ങാൻ പറ്റിയതാണ് AKG സെന്റർ. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാനും സംസാരിക്കാനും പറ്റിയവരാണ് കേരളത്തിലെ. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരു ബുദ്ധി കാണിക്കുന്നതെന്ന് എനിക്കും സംശയമുണ്ട്. താങ്കൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരും. ഞാൻ കാര്യം പറഞ്ഞു. അല്ല, അദാനി എന്ന ഭീകരനെ പറ്റിയാണല്ലോ ഇവിടെ. ഇല്ല, അതല്ല ചർച്ച. അദാനിയേക്കാൾ വലിയ ഭീകരരുണ്ടോ എന്നാണ് അറിയേണ്ടത്. അദാനിയേക്കാൾ വലിയ ഭീകരരുണ്ടോ? ഇപ്പൊ നേരത്തെ താങ്കൾ കേൾക്കാതെ ഒരു ഭാഗമുണ്ട്. നേരത്തെ സേനാപതി വേണു ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഡൽഹിയിലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ മഴയാണ് ഇപ്പോൾ ഡൽഹിയിലും. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിനകം ഡൽഹിയിൽ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെ ചോരുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരുമോ എന്നാണ് അദ്ദേഹം ചോദിച്ച സംശയം. അതുപോലെ KT നേരത്തെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുമുണ്ട്. ഇന്ത്യയിലെ പാർലമെന്റ് മന്ദിരം ചോർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴണേ എന്ന നിങ്ങളുടെ ഈ പ്രാർത്ഥന കാറൽ മാർക്സ് മുത്തപ്പൻ കേൾക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. അതായത് രാമക്ഷേത്രം അയോധ്യയിൽ ചോരുന്നത് ഇവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്, KT-യുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണെന്നാണ് താങ്കൾ പറയുന്നത്. അതല്ല, എന്തായാലും താങ്കളുടെ ആ ഒരു നിങ്ങളുടെയൊക്കെ സ്വപ്നം കാണാനുള്ള അവകാശത്തിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യവും അതാണ്. ശരി സാർ, നിങ്ങൾക്ക് അങ്ങനെയല്ലേ ആഗ്രഹിക്കാൻ പറ്റൂ. അതല്ലാതെ ഈ രാജ്യം നന്നാവണമെന്ന്. സാർ, എന്തുകൊണ്ടാണ് ചോർന്നത്? ഇത്രയും ഒരു ഉത്തരം മാത്രം കിട്ടിയാൽ മതി. നമ്മുടെ നാട്ടിൽ ഒരു അപകടം ഉണ്ടായാൽ, ഒരു തകർച്ചയുണ്ടായാൽ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടായാൽ നമ്മൾ ഉടനെ അത് എന്തുകൊണ്ടുണ്ടായി എന്നാണ് പഠിക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് അയോധ്യയിലെ ഈ ഉത്തരം ചോരുന്നത്?
നീറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോരുന്നത്, നെറ്റ് പരീക്ഷയുടെ അയ്യോ. ചോദ്യപേപ്പറുകൾ ചോരുന്നത്, ഈ മേൽക്കൂരകൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതുകൊണ്ടാണോ? അതേ ഉദ്ഘാടനം ചെയ്ത് 6 മാസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ചോരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ 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 ഒരു മാൻഡ്രേക്ക് ഒരു പ്രാവിനെ പറത്തി വിട്ട് ആ നിമിഷം ഇവിടെ അത് താഴെ വീണ് ചത്തു. അന്ന് തുടങ്ങിയ ഗതികളാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ളത്. പിന്നീട് അന്ന് വീണ ഒരു പേരാണ് മാൻഡ്രേക്ക് എന്നുള്ളത്. അതിപ്പോഴും തുടരുന്നുണ്ട്. ആ മാൻഡ്രേക്കിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തൃശ്ശൂർ കുന്നംകുളം റോഡിൽ യാത്ര ചെയ്യാതെ അല്ല, അത് താങ്കൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രവും ഈ പറയുന്ന കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ ഉദ്ഘാടനം ചെയ്ത് 6 മാസം കഴിയുമ്പോഴേക്കും തകർന്നു വീഴുന്ന ആളിനെ എന്ത് വിളിക്കണം? എന്ത് മാൻഡ്രേക്കാണ് അദ്ദേഹം? അയോധ്യയിലെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല. അതിന്റെ മുകളിലെ ഫസ്റ്റ് ഫ്ലോർ തീർന്നിട്ടില്ല. ആ തീരാത്ത ഫസ്റ്റ് ഫ്ലോറിൽ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ വെള്ളം ലീക്കായി. പൂർത്തീകരിക്കാത്ത ഒരു ക്ഷേത്ര ശരീരത്തിൽ പ്രാണപ്രതിഷ്ഠ എങ്ങനെ നടത്തും എന്ന് ചോദിച്ചവർ ആരാണ്? അല്ല, അതാ പറഞ്ഞേ, അത് ചോദിച്ചവരുമുണ്ട്. അന്ന് ബഹുഭൂരിപക്ഷം ഒരുപാട് പേര് അനുകൂലിച്ചവരുമുണ്ട്. ഇത് 2 അഭിപ്രായങ്ങളും ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. അതെ, അപ്പൊ പൈസ തട്ടാൻ വേണ്ടി നോക്കിയവരാണ് അന്ന് അനുകൂലിച്ചതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ കഴിഞ്ഞ ആഴ്ച ഈ കോഴിക്കോട്ട് ഇവിടെ ഈ തൃക്കൈപ്പറ്റ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നു 2 ആഴ്ച മുമ്പ്. ആ ക്ഷേത്രം പണി പൂർത്തിയാകാൻ ഇനിയും 2 വർഷം എടുക്കും. പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് മുഹൂർത്തത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ആ മുഹൂർത്തം എന്ന് പറയുന്നത് എപ്പോഴും ഓരോരുത്തരുടെ സൗകര്യത്തിന് കിട്ടുന്നതല്ല. ആ മുഹൂർത്തത്തിന് അത് നടക്കും. പ്രാണപ്രതിഷ്ഠ ഇപ്പം 2 ആഴ്ച മുമ്പാണ് ഈ കോഴിക്കോട് തൃക്കൈപ്പറ്റ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടന്നത്. 5 വർഷം 1800 കോടി രൂപ മുതൽ മുടക്കി ഒരു 1800 കോടി രൂപ മുതൽ മുടക്കി ഒരു ക്ഷേത്രം പണിയുമ്പോ അതിന് ഇങ്ങനെ ചോർച്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? പണി പൂർത്തിയായില്ല എന്ന് പറഞ്ഞാൽ മതിയോ? മതി, അത് തന്നെ മതി. പണി പൂർത്തിയായിട്ടില്ല. അതിന്റെ ഫസ്റ്റ് ഫ്ലോർ പൂർത്തിയായിട്ടില്ല. ഫസ്റ്റ് ഫ്ലോർ ഓപ്പൺ ആയി കിടക്കുകയാണ്. ആ ഓപ്പൺ ആയി കിടക്കുന്ന ഫസ്റ്റ് ഫ്ലോറിൽ വെള്ളം വീണാൽ ലീക്ക് ആവും. സിമ്പിൾ. അത്ര സിമ്പിൾ ആണോ അത്ര സിമ്പിൾ ആണോ കുഞ്ഞിക്കണ്ണൻ? അല്ല, അത്ര സിമ്പിൾ ആണെന്ന് ഷാബു പ്രസാദിന് പറയാൻ കഴിയുന്നത് എന്താ കൊണ്ടാണോ? 465 വർഷക്കാലം അയോധ്യയിലെയും ഫൈസാബാദിലെയും മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോന്ന ഒരു പള്ളി, അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നൊരു കഥയുണ്ടാക്കി അത് അടിച്ചു പൊളിച്ചവരാണിവര്. അത് പൊളിച്ച സ്ഥലത്താണ് അന്യായമായ ഒരു കോടതി വിധിയിലൂടെ 2019 അവിടെ ക്ഷേത്രം പണിയാനുള്ള അനുമതി ഇവർ തേടിയത്. ഈ രാജ്യത്തോട്, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയോട്, ചരിത്രപ്രസിദ്ധമായ ബാബരി മസ്ജിദിനോട് കാണിച്ച വലിയൊരു അനീതിയുടെ തുടർച്ചയാണ് ഈ ക്ഷേത്രം. എന്നിട്ട് 1800 കോടി രൂപ കോടതി ക്ഷേത്രം പണിക്ക് നീക്കി വെക്കുക. ആ 1800 കോടി എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അതിന്റെ കമ്മീഷൻ എത്രത്തോളം പറ്റി? നിങ്ങൾ എത്രത്തോളം അതിന്റെ കമ്മീഷൻ പറ്റി? നിങ്ങൾ എത്രത്തോളം അതിന്റെ കമ്മീഷൻ പറ്റി എന്ന കാര്യത്തിന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയണം. ഈ രാജ്യത്തെ വിശ്വാസികളുടെ വികാരത്തെ ഇളക്കി വെട്ടി ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി എത്രയോ മനുഷ്യരുടെ ജീവൻ അപഹരിച്ച, നഷ്ടപ്പെടുത്തിയ അപരാധപൂർണമായ ഒന്നാണ് രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എത്തിയ സംഭവങ്ങൾ. എന്നിട്ടിപ്പോൾ രാമക്ഷേത്രം രാജ്യത്തിന്റെ ദേശാഭിമാനത്തിന്റെ പ്രശ്നമാണ്, അത് ദേശീയ ക്ഷേത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾ തിടുക്കപ്പെട്ട് പ്രാണപ്രതിഷ്ഠ നടത്തി. ഇപ്പൊ നിർമ്മാണം എന്താണ്? ആ കരാർ കമ്പനികൾ വലിയ കുറ്റകൃത്യം, വലിയ രീതിയിലുള്ള അപാകത നിർമ്മാണത്തിൽ വരുത്തിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങള്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയോധ്യയെ വലിയൊരു തീർത്ഥാടന നഗരമാക്കാനുള്ള പദ്ധതികളെ മുഴുവൻ പൊളിച്ച് നിങ്ങൾ കമ്മീഷൻ പറ്റി. എത്ര രൂപ കമ്മീഷൻ? ആരാണ് ഈ അഴിമതിക്ക് കൂട്ടുനിന്നത്? ഷാബു പ്രസാദ് അതല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതറിയണ്ടേ? അല്ല, നിങ്ങളുടെ സ്റ്റുഡിയോയിലെ ശബ്ദമൊക്കെ കേൾക്കുന്നു, എനിക്കൊന്നും തിരിയുന്നില്ല കേട്ടോ. സ്റ്റുഡിയോയിലെ അല്ല, KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതാണ്, പിന്നെ ഞാൻ പറഞ്ഞതാണ്. ജനങ്ങളുടെ ശബ്ദം എല്ലാം കൂടി ഇരട്ടിക്കുന്നതാകും. താങ്കൾ എന്തായാലും ഇതിന് ഉത്തരം പറയൂ. ഈ പറയുന്ന രീതിയിൽ ജനങ്ങളുടെ പൈസ മുഴുവൻ നഷ്ടപ്പെടുത്തിയ ഈ പറഞ്ഞ രീതിയിൽ 1800 കോടി രൂപ മുടക്കിയിട്ടും ഇത് ചോരുന്നുണ്ടെങ്കിൽ കമ്മീഷൻ എവിടെ പോയി? ആർക്ക് കിട്ടി? ആര് വാങ്ങി? ആരാണ് ഈ അഴിമതി നടത്തിയത്? ഈ ദിവസം തന്നെ പ്രാണപ്രതിഷ്ഠ നടത്തണമെന്ന് ആർക്കായിരുന്നു നിർബന്ധം? സർക്കാരല്ല. ആദ്യം മനസ്സിലാക്കില്ലേ ഇവിടെ നിങ്ങളൊക്കെ പറയുന്നത് സർക്കാർ എന്നല്ല ഞാൻ പറഞ്ഞത്, ആളുകളുടെ പൈസ എന്നാണ്. ഇത് പൈസ എവിടെന്നെങ്കിലും അടിച്ച് തനിയെ ഉണ്ടാക്കിയതല്ലോ. ഒരു കാര്യമുണ്ട്, ഇവിടെ ലാലോ കുഞ്ഞിക്കണ്ണനോ CPM 10 പൈസ കൊടുത്തിട്ടില്ലല്ലോ എന്ന് ആര് പറഞ്ഞു? അത് താങ്കളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിശ്വാസികളായിട്ടുള്ള ആളുകൾ പലരും ഉണ്ടാകും. അതോ നിങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ടോ? അല്ല, അതെന്താ താങ്കൾക്ക് എന്തിനാണ് അതറിയേണ്ട ആവശ്യം? പൈസ കൊടുത്തവർക്ക് ഒരു വിഷമവും. അങ്ങനെ പൈസ കൊടുത്തവർക്ക് വിഷമമില്ലെന്ന് താങ്കളോട് ആര് പറഞ്ഞു?
എനിക്ക് ഉറപ്പുണ്ട് അക്കാര്യം. നിങ്ങൾക്കില്ലാത്ത ഉറപ്പ് എനിക്കുണ്ട്. അതെന്താണ് അത്ര പൈസയോട് സ്നേഹമില്ലാത്ത ആരെങ്കിലും കൊണ്ടുപോയി പുട്ടടിച്ചോട്ടെ, ഇതിന്റെ പേരിൽ രാമന്റെ പേര് പറഞ്ഞ് ക്ഷേത്രം കെട്ടി അതിന്റെ കമ്മീഷൻ അടിച്ചോട്ടെ എന്ന് കരുതിയ ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഫണ്ടാണോ ഇതിനുവേണ്ടി ഉപയോഗിച്ചത്? നിർമ്മാണത്തിന് വേണ്ടി സംഭാവന കൊടുത്തവർക്ക് ആർക്കും ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നം നിങ്ങളെപ്പോലുള്ളവർക്കാണ്. സേനാപതി വേണു താങ്കൾ, ഇനി എന്റെ കാര്യം പോട്ടെ, KT കുഞ്ഞിക്കണ്ണന്റെ കാര്യം പോട്ടെ, സേനാപതി വേണു താങ്കളോ താങ്കളുടെ സുഹൃത്തുക്കളോ ഒക്കെ ഇതിൽ ഫണ്ട് കൊടുത്തിട്ടുണ്ടാകണം. ഒന്നുമില്ലെങ്കിലും ശിലാന്യാസം നടത്താനുള്ള കല്ലൊക്കെ പൂജിച്ചു കൊടുത്തവരുടെ കൂട്ടത്തിൽ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ടവരും ഒക്കെ ഉണ്ട്. നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല, അത്ര ആ ഒരു ഭക്തിയും വിശ്വാസവും ഒക്കെ ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ചോദിക്കാനുള്ള അവകാശമില്ല എന്നാണ് ഷാബു പറയുന്നത്. ഞാൻ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഫണ്ട് കൊടുത്തയാളൊന്നുമല്ല. എനിക്ക് അതിൻ്റെ അകത്ത് വ്യക്തിപരമായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല. പക്ഷെ എനിക്ക് ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രകാരം നമ്മുടെ രാജ്യത്ത് പണിത ഒരു ക്ഷേത്രമാണ്. സുപ്രീം കോടതിയാണല്ലോ അന്തിമമായി അതിന് അനുമതി കൊടുക്കുകയും അതിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളൂ. ആ നിർമ്മാണത്തിന് ആര് പണം കൊടുത്തു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം പണം കൊടുത്തവർ മാത്രമല്ലല്ലോ. ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും പണം കൊടുക്കാത്തവരായ എന്നെ പോലുള്ള ആളുകളും നമ്മളും ഈ രാജ്യത്തെ പൗരന്മാരായതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അതിനുശേഷം പണിത ഒരു ക്ഷേത്രം 1800 കോടി രൂപ അതിന് സംഭാവന കിട്ടിയതാകാം. അതല്ല എങ്കിൽ മറ്റു രീതിയിൽ എവിടുന്നോ കളക്ട് ചെയ്തു ആയിക്കോട്ടെ. ആ നിർമ്മിതി അതിനെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ എന്താ പറഞ്ഞേ, അദ്ദേഹം വലിയ അഭിമാനത്തോടു കൂടിയൊക്കെയാണല്ലോ അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇത് നിർമ്മാണം പൂർത്തീകരിച്ചു. അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഒന്നാം നില തുറന്നു കിടക്കുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും TV-യിലും മാധ്യമങ്ങളിലുമൊക്കെ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ദിവസം അതിന്റെ ഈ ചിത്രങ്ങൾ മുഴുവൻ, അത് പഴയ വിഷ്വലുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ശേഖരത്തിലുണ്ടെങ്കിൽ പറയാ, ഇതിന്റെ മുകളെല്ലാം വളരെ ഭംഗിയായിട്ട് പണിത് ഇത് പൂർത്തീകരിച്ചു, ഏകദേശം പൂർത്തീകരിച്ചു എന്ന നിലയിലാണ് ഈ ഒന്നാം നില ഇങ്ങനെ തുറന്നു കിടക്കുന്നതാണെന്നുള്ള വിവരമൊക്കെ എനിക്കറിയില്ല. അതിപ്പം ഷാബു പ്രസാദ് പറയുന്നതിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവിടെ പ്രതിഷ്ഠ നടത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജാനുവരി മാസം 22-ാം തീയതി 22-ന് പ്രത്യേകത എന്തെന്നൊക്കെ ഷാബു പ്രസാദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഒരു വിഷയം അതല്ലല്ലോ. അങ്ങനെ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രം 6 മാസം പോലും പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവില് ചോർന്നൊലിക്കുന്നു എന്നുള്ള വിവരം പറയുമ്പോൾ അത് ഇന്ത്യയിലെ പൗരന്മാരായ മറ്റൊരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ സംഭാവന കൊടുത്ത ആളുകൾക്ക് മാത്രമേ അതിൽ വേദനയുള്ളൂ, ചോദ്യം ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിലെ ആ യുക്തിയാണ് ഇവിടെ ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തെ പൊതുസമൂഹം അറിയണം. ഇത് എവിടെയാണ് ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനകത്ത് ഈ ചോർച്ച സംഭവിച്ചിരിക്കുന്നു, ആരുടെ പാഴ്ചയാണ്, ആരുടെ വീഴ്ചയാണ്. ഇവിടെ രാമക്ഷേത്രത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ, രാമക്ഷേത്രത്തെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങളോടൊന്ന് പറയണ്ടേ, അവിടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയണ്ടേ? എന്തേ അദ്ദേഹം മിണ്ടാതിരിക്കുന്നത്? പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ടതാണ്. പാർലമെന്റിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് ചോദ്യം ഉന്നയിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാന്ന് നെറ്റ് ചോദ്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്. KT കുഞ്ഞിക്കണ്ണൻ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾക്ക് കൂടി ഇതിനോടൊരു പ്രതികരണം ഉണ്ടെങ്കിൽ, പണം കൊടുത്തവർ, സംഭാവന കൊടുത്തവർ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, അവർക്ക് മാത്രം ചോദ്യം ചോദിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ. അല്ല, ആദ്യം ഷാബു പ്രസാദ് മനസ്സിലാക്കേണ്ടത്, ഞാനും ഷാബു പ്രസാദും ഒന്നും ജീവിക്കുന്നത് പ്ലാറ്റോവിൻ്റെ റിപ്പബ്ലിക്കിലല്ല, ഇന്ത്യൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നികുതി കൊടുക്കുന്നവരും പണക്കാരും മാത്രമല്ല പൗരന്മാർ, എല്ലാവരും പൗരന്മാരാണ്. പൗരത്വത്തെ നികുതി കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിച്ചതല്ല, സംഭാവന കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിച്ചതല്ല. അപ്പോൾ ഷാബു പ്രസാദ്, ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആധുനിക ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ട്രസ്റ്റ് നടത്തുന്ന ആയിരക്കണക്കിന് കോടി ചെലവഴിച്ചിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ച് ഇവിടുത്തെ പൗരന്മാർക്ക് ആശങ്കപ്പെടാനോ ചോദ്യം ചോദിക്കാനോ പാടില്ല എന്ന് പറയുന്നത് വൃത്തികെട്ട ഫാസിസാണ്. അന്തസ്സുള്ള ഫാസിസം പോലുമല്ല, വൃത്തികെട്ട ഫാസിസമാണ്. പ്ലാറ്റോവിൽ നിന്നൊക്കെ കാലചക്രം കുറേ മുന്നോട്ട് പോയിട്ടുണ്ട് ഷാബു പ്രസാദ്. അത് താങ്കൾ മനസ്സിലാക്കണം. ഒരാധുനിക റിപ്പബ്ലിക്കിലെ നികുതി കൊടുക്കുന്നവർ, നികുതിദായകർ മാത്രമല്ല ഇവിടെ പൗരന്മാർ. ഇവിടെ പണം സംഭാവന നൽകുന്നവർ മാത്രമല്ല ഇവിടെ പൗരന്മാർ. പൗരത്വത്തെ മറ്റൊരു രീതിയിൽ നിർവചിച്ച രാഷ്ട്രമാണ് നമ്മുടേത്. അത് ഒരാധുനിക റിപ്പബ്ലിക്കാണ്. ഫ്രഞ്ച് റിപ്പബ്ലിക്ക് തൊട്ടുള്ള ആധുനിക ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ തുടർച്ചയാണ് ഇന്ത്യൻ ഭരണകൂട വ്യവസ്ഥ. ഷാബു പ്രസാദ് അംഗീകരിക്കുന്നില്ലെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം
അദ്ദേഹത്തിൻ്റെ വേദഗ്രന്ഥം വിചാരധാരയാണല്ലോ. വിചാരധാര അങ്ങനെ ഒരു റിപ്പബ്ലിക്കിനെ അംഗീകരിക്കുന്നില്ല എന്ന് എനിക്കറിയാം. യെസ്, എന്തായാലും ആധുനിക ജനാധിപത്യ രാജ്യത്തുള്ളവരോടാണ് KTയും സേനാപതിയും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷാബു പ്രസാദ് ത്രേതായുഗത്തിലെ ആളുകളോട് സംസാരിക്കുകയാണോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ഇനി ഷാബു പ്രസാദാണ്. ഇത് ശരിയായ ഫാസിസം പോലുമല്ല, വൃത്തികെട്ട ഫാസിസം എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. അതിന് ഇനി വകഭേദങ്ങൾ ഉണ്ടാകുന്നു. ഷാബു പ്രസാദ്, ജനാധിപത്യ രാജ്യമാണ്, ഈ കാര്യങ്ങൾ പാർലമെൻറ്റിൽ ജനങ്ങൾക്ക് വേണ്ടി ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിന് ചോദ്യങ്ങൾ ചോദിച്ചാൽ വായടപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. എന്താണ് അതിനുള്ള മറുപടി? അതായത് ഇവിടെ ആരും ചോദ്യം ചോദിക്കരുതെന്നോ അല്ലെങ്കിൽ ആർക്കും അങ്ങനെയൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ വ്യാഖ്യാനിക്കാം. അതായത് ഈ പ്രാണപ്രതിഷ്ഠയ്ക്കും ഈ രാമക്ഷേത്രത്തിനും വേണ്ടി സംഭാവന നൽകിയ, കയ്യയച്ച് സംഭാവന നൽകിയ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കില്ലാത്ത, ആ ഭക്തർക്കില്ലാത്ത വിഷമമൊന്നും, ഇതിനെ ഫാസിസമെന്നും ഇത് അങ്ങനത്തെ ഒരു വികൃത നിർമ്മിതിയെന്നും രാമനില്ലെന്നും അങ്ങനെ പറഞ്ഞ് എതിർത്തവർക്ക് ഇല്ല എന്നാണ് ഞാൻ ശ്രീ ഷാബു പ്രസാദ്. അത് എന്തുതരം ചോദ്യമാണെന്നാണ്? ഒരു 5 പൈസ പോലും ചിലപ്പോൾ സംഭാവന കൊടുത്തിട്ടില്ലാത്തവരും രാമഭക്തന്മാരായിട്ടുണ്ടാകാം. നിങ്ങളുടെ ഈ കെട്ടിടം പണിയിൽ വിശ്വാസമില്ലാത്തവർ പണം കൊടുത്തിട്ടുണ്ടാവില്ല. രാമനിൽ വിശ്വസിക്കുന്നുണ്ടവർ. രാമൻ അങ്ങനെ, അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ യഥാർത്ഥത്തിൽ രാമനിൽ വിശ്വസിക്കുന്നവർക്കും ആ രീതിയിൽ അങ്ങനെ സംഭാവന കൊടുത്ത് അതുകൊണ്ട് സഹകരിച്ചവർക്കൊന്നും ഇല്ലാത്ത വിഷമമൊന്നും ഇവിടെ കിടന്ന് KT കുഞ്ഞിക്കണ്ണനും CPM-നും ഒന്നും തോന്നേണ്ട കാര്യമില്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, അതെന്ത് ഉത്തരമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെങ്ങനെയാണ് രാജ്യത്തെ പൗരന്മാർ അറിയേണ്ട കാര്യമുണ്ടല്ലോ. രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി വന്ന് പ്രാണപ്രതിഷ്ഠ നടത്തിപ്പോയ ഒരു സ്ഥലത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയണ്ടേ? അതൊക്കെ ജനങ്ങളൊക്കെ അറിയുന്നുണ്ടപ്പ. അതൊന്നും നിങ്ങളായിട്ടൊന്നും ജനങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൈസ കൊടുത്തവർ മാത്രമാണോ? ഈ വിശ്വാസികൾ എന്ന് നിങ്ങൾ പറയുന്നവർ മാത്രമാണോ? അല്ല. ഈ നാട്ടിലെ സാമാന്യ ബോധമുള്ളവർ എന്നുള്ളൊരു ഇതുണ്ട്. അതിന്റെ അകത്ത് സാമാന്യ ബോധത്തെ അളക്കുന്നത്. അതായത് പിന്നെ നാളെ സൂര്യൻ കിഴക്കോട്ട് നിൽക്കണോ പടിഞ്ഞാറ് നിൽക്കണോ എന്ന് വരെ KT കുഞ്ഞിക്കണ്ണനും CPM-നും ഒക്കെ തീരുമാനിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഈ നാട്ടിലുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ അഴിമതിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, അപ്പൊ പാർലമെന്റിൽ ഉത്തരം കിട്ടില്ലേ? ഈ കാര്യത്തിൽ ഉത്തരം ഇവിടുന്ന് കനലൊരു തരി പോയിട്ടുണ്ടല്ലോ ചോദിക്കുന്നത്. എന്തോ അവരുടെ പണി ഇവിടെ. അല്ല, അവരവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ഓം ബിർള എടുത്ത നിലപാട് നമ്മൾ കണ്ടല്ലോ. പ്രധാനമന്ത്രി വലിയ ഭക്തി അധ്യക്ഷൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ സർക്കാരിനോട് ചോദ്യം ചോദിക്കുമ്പോ ഇവിടെ ഉണ്ടല്ലോ ഒരു സ്പീക്കർ. ആ സ്പീക്കർ എടുക്കുന്ന നടപടിയും കാണുന്നുണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, നിങ്ങളൊരു നിയമസഭ കണ്ടാണോ പഠിക്കുന്നത്? നിങ്ങൾ കേരളത്തിന്റെ നിയമസഭ കണ്ടാണോ പഠിക്കുന്നത്? രാജ്യത്തിന് മാതൃകയാകണം. അവിടെ നിൽക്കേ. അപ്പൊ കേരളത്തിന്റെ നിയമസഭ മാതൃകയല്ല എന്നും കൂടെ താങ്കൾ സമ്മതിച്ചു. അല്ല, അത് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചോളൂ. എങ്ങനെയാണ് മാതൃകയാകുന്നത്? എങ്ങനെയാണ് മാതൃകയാകുന്നത്? ഇനി അവിടെ നിൽക്കട്ടെ, അതവിടെ കഴിയട്ടെ. പിന്നെ ഇവിടെ ഈ അഴിമതിയെ കുറിച്ച് പറഞ്ഞപ്പോഴേ, എന്റെ അറിവിൽ കേട്ടുകേൾവിയൊന്നുമില്ല. ഇവിടെ ധാരാളം അഴിമതികൾ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വ്യക്തികളെ അഴിമതി ആരോപണം ഉണ്ടായിട്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പാർട്ടി അങ്ങനെ തന്നെ അഴിമതി കേസിൽ പ്രതിയാകുന്ന ഒരു സംഭവം ഈ ലോക ചരിത്രത്തിൽ അങ്ങനെ ഇവിടുത്തെ ഒരു പാർട്ടി നിങ്ങൾ കരുതുന്നത് CPM എന്ന് പറഞ്ഞ പാർട്ടി ഇവിടെ പ്രതിയാണെന്നേ. പാർലമെന്റിൽ ഉത്തരം കിട്ടുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? അഴിമതി കേസ് 303-ൽ നിന്ന് 240-ന്റെ താഴേക്ക് എത്തിയിട്ടുണ്ട് BJP. പക്ഷേ നിങ്ങൾക്ക് ഇത്തവണയും ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? സേനാപതി വേണു, ആ ചരിത്രം, ആ റെക്കോർഡും കൂടെ കുഞ്ഞിക്കണ്ണന്റെ പാർട്ടിക്കുണ്ട്. പറഞ്ഞോളൂ. ഷാബു പ്രസാദ് അഴിമതി കേസിൽ പ്രതിയായി. എനിക്കത് ചോദ്യം തിരിഞ്ഞില്ലല്ലോ. ഒന്നുകൂടെ ആവർത്തിക്കും. ഈ പാർലമെന്റിൽ നിന്ന് 303-ൽ നിന്ന് താഴേക്ക് 240-ന് താഴേക്ക് BJP എത്തിയ ഈ പാർലമെന്റിൽ പോലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഈ പറയുന്ന വളരെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അവരിപ്പോ ഒരു ഹാങ് ഓവറിലാണ്. അവരിപ്പോ 303-ന്റെ ഹാങ് ഓവറിൽ നിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ സ്പീക്കർ തെരഞ്ഞെടുപ്പിലൊക്കെ അവര് എന്താ പറഞ്ഞ എല്ലാ കീഴ്വഴക്കങ്ങളെയും ചട്ടങ്ങളെയും ഒക്കെ ലംഘിച്ചുകൊണ്ട് അവരിപ്പോഴും ധരിക്കുന്നത് അവർ 303 ഭൂരിപക്ഷം BJPക്ക് ഉണ്ട് എന്നുള്ളതാണ്. 240 ഉള്ളൂ. ഒരു 6 മാസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ BJPക്കാർക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുന്നതിന്റെ സൂചനകൾ അത് പല ഭാഗത്തു നിന്നും രാജ്യത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണല്ലോ 9 അംഗങ്ങൾ രാജ്യസഭയിലുള്ള ബിജു ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി BJPക്ക് കൊടുക്കുന്ന പിന്തുണ സമ്പൂർണ്ണമായി പിൻവലിച്ചുകൊണ്ട് അവര് ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. അപ്പൊ ഒരു 6 മാസത്തിനുള്ളിൽ ഇവർ ഈ കാര്യങ്ങൾക്കൊക്കെ നല്ല ഭംഗിയായി ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഉത്തരം പറയിപ്പിക്കുന്നതിന് ഇന്ത്യൻ ജനത ഇവർക്ക് കൊടുത്തിരിക്കുന്ന അവസരമാണ്. അതായത് BJP കളിക്കുന്ന ഈ കളിയൊക്കെ നിങ്ങളൊക്കെ എത്രയോ കളിച്ച് പയറ്റി തീർന്നതാണ്. ഇതൊക്കെ ഇനിയിപ്പോ നിങ്ങൾ അങ്ങോട്ട് തുടങ്ങിയാൽ അഡ്രസ്സ് കാണില്ല BJPയുടേതാണോ സേനാപതി വേണുവിന്റെ മനസ്സിൽ? ഉറപ്പല്ലേ? അല്ല, 303 ഇവർ ഏകപക്ഷീയമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോ എന്റെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഇപ്പൊ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചോ രാമക്ഷേത്രത്തെ കുറിച്ചോ, രാമക്ഷേത്രം ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾ 400 കടക്കാൻ പോകുന്നു, അല്ലെ 400-ന് അപ്പുറം പോകുന്നു, ഈ പ്രസംഗങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പോ അദ്ദേഹത്തിന് ഭരണഘടനയെ കുറിച്ച് പറയേണ്ടതായിട്ട് വരുന്നു, പ്രതിപക്ഷത്തെ ബഹുമാനിക്കേണ്ടതായിട്ട് വരുന്നു, പ്രതിപക്ഷ നേതാവിനെ അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നു. ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി പാർലമെന്റിൽ ഉത്തരം പറയേണ്ടി വരും. അക്കാര്യത്തിൽ ഒരു തർക്കവും. ശരി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, പക്ഷേ തൽക്കാലം നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ CPM-നെ തെറി പറഞ്ഞെങ്കിലും അയോധ്യയുടെ ചോർച്ച അടയ്ക്കാമെന്നാണ് ഷാബു പ്രസാദ് കരുതിയിരിക്കുന്നത്. ഷാബു പ്രസാദിൻ്റെ ആകെയുള്ളൊരു ധൈര്യം ED കയ്യിലുണ്ടെന്നുള്ളതാണ്. CPM പോലുള്ളൊരു പാർട്ടിയെ ED പ്രതിയാക്കി കഴിഞ്ഞാൽ അത് നിയമപരമായി നിൽക്കുമോ? ഇപ്പം തന്നെ എന്താണ് നമ്മൾ ജാർഖണ്ഡിൽ നിന്നും ഒക്കെ വരുന്ന വാർത്തകൾ കാണിക്കുന്നത്? നിങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രിയെ ജയിലിലടച്ചവരാ. നിങ്ങളുടെ ED ചാർജ് ചെയ്ത ഒന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. CPM പോലുള്ളൊരു പാർട്ടി അതിൻ്റെ സ്വത്തുടമസ്ഥത രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ പേരിലാക്കുക എന്നുള്ളത്. അതിന് പാർട്ടിക്ക് കേന്ദ്രീകൃതമായ ഒരു സംവിധാനമുണ്ട്, അതിൻ്റെ മുകളിലാണ്. അതൊക്കെ വെച്ചിട്ട് നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ED എടുത്തിരിക്കുന്ന കേസുണ്ടല്ലോ, അട്ടർ കൊളാപ്സാ. അത് നിലനിൽക്കാൻ പോകുന്നില്ല. അത് ഷാബു പ്രസാദിനെ വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ ഷാബു പ്രസാദിനെ പോലുള്ള BJP നേതാക്കന്മാർ, BJP അനുകൂലികളായി നിൽക്കുന്ന നിരീക്ഷകന്മാർ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? രാജ്യത്ത് എന്ത് തട്ടിപ്പ്, എന്ത് അഴിമതിയും, എന്ത് കോർപ്പറേറ്റ് സേവയും നടത്താം, അതിനെയൊക്കെ മറച്ചു വെക്കാൻ കഴിയുന്ന രീതിയിൽ വൻകിട മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രചരണം നടത്താം. അതുകൊണ്ടും സാധിക്കുന്നില്ലെങ്കിൽ എന്താണ്? വലിയ രീതിയിൽ വർഗീയ കലാപങ്ങൾ ഇളക്കിവിടാം. ഇതാണിപ്പോൾ ഉത്തരേന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൽ, UP-യിൽ, അലിഗറിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ആയിരക്കണക്കിന് വീടുകൾ ബുൾഡോസർ കൊണ്ടുപോയി ഇടിച്ചു നിരത്തുകയാണ്. ഈ രാജ്യത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കലാപങ്ങൾ എന്തിനു വേണ്ടിയാണ്? രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തങ്ങൾ പെട്ടിരിക്കുന്ന, രക്ഷപ്പെടാനാവാത്ത ഇത്തരം ആരോപണങ്ങളിൽ നിന്ന്, തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന അഴിമതിയുടെ ചോദ്യശരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വർഗീയതയെ കൂട്ടുപിടിക്കുകയാണ് എല്ലാ കാലത്തും RSS ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അവരെന്താണ് ദുർബലമായ, ഇവിടെ സേനാപതി വേണു പറഞ്ഞ് 240 എത്തിയിട്ടും അവരുടെ ഗവൺമെൻറ് രൂപീകരിച്ചു. അവർ വളരെ ദുർബലമായ ഒരു ഗവൺമെൻറ്റാണ്. ഇപ്പോൾ നവീൻ പട്നായിക്കിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ അവർക്ക് നൽകിയിരുന്ന പിന്തുണ പിൻവലിച്ചു. കാര്യങ്ങളാകെ അട്ടിമറിയുകയാണ്. അപ്പോൾ അവരെന്താണ്? വർഗീയതയെ, അത് അവരുടെ അവസാനത്തെ ആയുധമാണ് വർഗീയത. അതാണിപ്പോൾ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ആസാമിൽ എന്താണ് പാവപ്പെട്ട 2 മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നു. അവർ എന്താണ് വനത്തിൽ പ്രവേശിച്ചു, സുരക്ഷാ മേഖലയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോറസ്റ്റ് ഗാർഡിനെ കൊണ്ട് അവരെ വെടിവെച്ചിട്ടത്. രാജ്യത്ത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് ഇത്തരം കലാപങ്ങൾ വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മതപരമായ വിഭജനം ഉണ്ടാക്കാനാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രതിരോധം, അഴിമതിക്കും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള പ്രതിരോധം ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചേറ്റെടുക്കും. പഴയ കാലമല്ല ഇത് എന്ന് ഷാബു പ്രസാദിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അദ്ദേഹം എന്താണ് വെറുതെ CPM-നെയൊക്കെ തെറി പറഞ്ഞിട്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് രാജ്യത്തുള്ളത്. 10 വർഷക്കാലത്തെ മോഡി ഭരണത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ ജനത പാഠം പഠിച്ചിട്ടുണ്ട്. മതനിരപേക്ഷ ശക്തികളിൽ വിള്ളലുണ്ടാവാതെ അവരെ ഒന്നിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കാനും ആ മതരാഷ്ട്രമാക്കാൻ തങ്ങളെ സഹായിക്കുന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രസമ്പത്താകെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ നയങ്ങൾക്കെതിരായിട്ട് വലിയ പ്രതിഷേധമുയരുകയാണ്. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പേരിൽ പോലും ആയിരക്കണക്കിന് കോടികൾ കരാർ കമ്പനികൾക്ക് വെട്ടിത്തിന്നാൻ വിട്ടുകൊടുക്കുന്ന നിങ്ങൾ, അതിൻ്റെ കമ്മീഷൻ പറ്റുന്ന നിങ്ങളെപ്പോലെയുള്ള രാജ്യദ്രോഹികൾ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഇന്ത്യൻ ജനാധിപത്യ മനസ്സിൽ ശക്തമായി ഉയർന്നു വരികയാണ്. ശരി, അപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ച ഒരു പാർട്ടി, ആ വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ശേഷം വോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് തിരിച്ചടി കിട്ടിയ ആ പാർട്ടി ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ചോർച്ച കാണുമ്പോൾ പറയുന്ന ഉത്തരങ്ങൾ
നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ മാത്രം, നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട് ഈ കെട്ടിടം പണിയാൻ, ഈ അയോധ്യയിലെ ക്ഷേത്രം പണിയാൻ, എങ്കിൽ മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി എന്നുള്ള പ്രതികരണങ്ങൾ മറുഭാഗത്തു നിന്ന് വരുമ്പോൾ എന്താണ് അവരോട് പറയേണ്ടത്? ജനം ഈ പാഠം പഠിപ്പിക്കൽ കൊണ്ടും BJPയും കേന്ദ്ര സർക്കാരും ഒന്നും പഠിക്കുന്നില്ല എന്നാണോ? വരുന്ന ദിവസങ്ങളിൽ പാർലമെൻറ്റിലെങ്കിലും ജനങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടുമോ? വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, സേനാപതി വേണു, ഷാബു പ്രസാദ്. ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.